This is Vivo's latest 5G smartphone Vivo Y39. I have used this smartphone use user experience in the video. Video skip this smartphone suitable positive and negative review. Video like channel videos useful channel subscribe smartphone box in a smartphone transparent GPU case and 44 watt Vivo flash charger adapter and Type A to Type C charging cable. Anyway, two colors in this smartphone available on the purple and color blue color available. Design and build quality paragraph panel use plastic and purple color our matte finish blue color glossy finishing body frame use plastic circle design camera module 8.3 mm body thickness 207 gram body weight right side fingerprint scanner power button volume brokers noise cancellation mic left side SIM tray nano SIM card use memory card option noise cancellation mic Type C charging port, speaker. Three design design wise decent design feel build quality IP64 rated dust and water resistant military grade shock resistant smartphone. Display side 6.68 inch IPS LCD display 120 Hz refresh rate. HD plus resolution this price segment full HD plus 1000 nits maximum brightness level decent viewing experience feel indoor bright display feel sharp display 264 pixel per inch density overall display average display feel Qualcomm Snapdragon 4 Gen 2 5G processor smartphone use 4nm technology octa-core 2.2 GHz clock speed Adreno 613 GPU. Anyway, performance use fast and smooth performance നമുക്ക് വലിയ തരക്കേടില്ലാത്ത വലിയ ലാഗിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട്ഫോൺ ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട്ഫോൺ ഗ്ലോബലി അവൈലബിൾ ആകുന്നത്. 8GB റാമിൽ 128ഉം 8GB റാമിൽ 256GB. നിലവിൽ ഇപ്പോൾ ഖത്തറിൽ 8GB റാമിൽ 256GB എന്ന് പറയുന്ന ഒരൊറ്റ മെമ്മറി വേരിയന്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ അപ് ടു 8GB വരെ നമുക്ക് ഇതിൽ റാം എക്സ്പാൻഷൻ കൂടി ചെയ്യാൻ സാധിക്കുന്നതാണ്. LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നതെങ്കിൽ UFS storage type 3.1 ആണ് വരുന്നത്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു സ്മാർട്ട്ഫോണിൽ. എനിവേ കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ ബാൻഡ് 5G ഇതിൽ സപ്പോർട്ടാണ്. 12 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിന്റെ 5.1 ആണ് വരുന്നത്. ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതിൽ സപ്പോർട്ടാണ്. NFC ഈ ഒരു സ്മാർട്ട്ഫോണിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ IP54 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട്ഫോൺ കൂടിയാണ്. എനിവേ ആൻഡ്രോയിഡ് 15 ഈ ഒരു സ്മാർട്ട്ഫോൺ പ്രവർത്തിക്കുന്നത്. ഫൺ ടച്ച് ചോയ്സും വരുന്നത് 15 തന്നെയാണ്. ആസ് യൂഷ്വലി കുറച്ച് ബ്ലോട്ടേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ കാണാൻ സാധിക്കുന്നതാണ്. വേണ്ടാത്തതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും ഇറേസ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി തുടങ്ങിയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് എടുത്ത് പറയേണ്ടത് ബാറ്ററി തന്നെയാണ്. 6500 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട്ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 44 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ഏകദേശം 90 മിനിറ്റിനടുത്താണ് എടുത്തിട്ടുള്ളത് ഫുൾ ആവാൻ. എനിവേ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ എങ്ങനെ തലകുത്തി മറിഞ്ഞ് യൂസ് ചെയ്താലും, അതായത് എത്ര ഹെവി യൂസേജ് ചെയ്താലും ഒരു ദിവസം ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട്ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ 1.5 ദിവസം മുതൽ 2 ദിവസത്തിനടുത്ത് വരെ ഈ ഒരു സ്മാർട്ട്ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട്ഫോണിൽ വരുന്നത്.
സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലൗഡിയാണ്, ഭയങ്കര ക്രിസ്റ്റൽ ക്ലാരിറ്റി അല്ലെങ്കിൽ കൂടിയും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അത്യാവശ്യം നല്ലൊരു സ്പീക്കർ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൽ ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2D ഫേസ് ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫേസ് ലോക്കിൽ ആനിമേഷൻ്റെ ചെറിയൊരു ലാഗ് കാണുന്നുണ്ട്, പക്ഷേ ഫേസ് ലോക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടക്കത്തിലേ ഞാൻ പറഞ്ഞുതരാം, ഇതൊരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ അല്ല. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും പറ്റുന്ന സ്മാർട്ട് ഫോൺ അല്ല. പകരം ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ, ഉദാഹരണത്തിന് ഞാനിതിൽ കോൾ ഓഫ് ഡ്യൂട്ടി ആണ് കളിച്ചിട്ടുള്ളത്. ഏകദേശം 40 മിനിറ്റോളം കളിച്ചിട്ട് എനിക്കങ്ങനെ വലിയ രീതിയിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ഗ്രാഫിക് പെർഫോമൻസ് കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിലും കളിച്ച ആ ഒരു സമയത്തോളം അത്യാവശ്യം ലാഗ് ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ വലിയ ഈറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. അത് അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് നമുക്കിതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ കുറച്ച് സമയം കളിക്കുക, ഭയങ്കര ഗ്രാഫിക്സിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്കൊരു കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലുള്ളൊരു അത്തരത്തിൽ ഗെയിമിങ്ങിനെ സമീപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിരാശപ്പെടുത്താത്തൊരു പെർഫോമൻസ് തന്നെ ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. ക്യാമറയെ കുറിച്ച് പറയാനാണെങ്കിൽ 2 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസ്, സോണിയുടെ സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും അൾട്രാ വൈഡ് ലെൻസ് ക്യാമറയിൽ പിറകിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഡീസൻ്റ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്കൊരു 90% സിറ്റുവേഷനിലും അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകുന്നുണ്ടെങ്കിലും ചില സെനേരിയോസിൽ നമുക്ക് ഡീറ്റെയിൽസ് ഇത്തിരി കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് 100% ടൈമിൽ നമുക്ക് നൽകിയിരുന്നെങ്കിൽ അത്യാവശ്യം വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ എന്നുള്ള രീതിയിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ പറയാൻ സാധിക്കുമായിരുന്നു. എനിവേ ഡയറക്റ്റ് ഫോട്ടോസിൻ്റെ കാര്യം എടുത്താലും HDR ഫോട്ടോസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇത്തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. എനിവേ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ഫോട്ടോസ് മിക്ക സമയത്തും അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് നൽകുന്നുണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് ഇത്തിരി സോഫ്റ്റ്നെസ്സോട് കൂടിയുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഡേലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. HDR ഫോട്ടോസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയിലും ചില സമയത്തൊക്കെ അത്യാവശ്യം ഒരു ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് നൽകുന്നുണ്ടെങ്കിലും ചില സമയത്ത് ഒരു ഇത്തിരി സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ടുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഓവറോൾ ഈ ഒരു ക്യാമറ പെർഫോമൻസിനെ നമുക്കൊരു ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമേ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. ഫുൾ HD 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നത്. 60 FPS സ്റ്റെബിലിറ്റി ഒരു അല്പം കുറവാണ്. ബെറ്റർ സ്റ്റെബിലിറ്റിക്ക് നമുക്ക് 30 FPS ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വീഡിയോ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ HDR പെർഫോമൻസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു എബോവ് ആവറേജ് വീഡിയോ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ മാത്രമാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. എനിവേ സ്റ്റെബിലിറ്റി നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന തരത്തിലുള്ള ഒരു ആവറേജ് സ്റ്റെബിലിറ്റി എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരല്പം സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് വീഡിയോ ക്വാളിറ്റി എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8GB + 256GB 829 ഖത്തർ റിയാലാണ്. ഒഫീഷ്യലി പ്രൈസ് വരുന്നത് ഏകദേശം ഇന്ത്യയുടെ 19,000+ ആണ് ഇതിന് വില വരുന്നത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിവോയുടെ സ്മാർട്ട് ഫോൺ നിങ്ങൾ ഖത്തറിൽ നിന്നാണ് വാങ്ങുന്നത്. എല്ലാ സ്മാർട്ട് ഫോണും അല്ല, ഇത്തരത്തിലുള്ള ചില സ്മാർട്ട് ഫോണുകൾക്കൊക്കെ സെൽടെക്കിൻ്റെ വാറണ്ടിയുള്ള സ്മാർട്ട് ഫോണാണ് നിങ്ങൾ ഈ ഒരു ഖത്തറിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റു GCC രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയിലും വെച്ച് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഓവറോൾ പറയാനാണെങ്കിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ബാറ്ററി ലൈഫ് തന്നെയാണ്. നല്ല കിഡിലനായിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് നൽകുന്നുണ്ട്. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും പറയുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എബോവ് ആവറേജ് എന്നുള്ള പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് ഓവറോൾ ഫീൽ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസിലെ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിലൊന്നും തീർച്ചയായിട്ടും ഞാൻ പറയുന്നതല്ല. ഇനി എന്താണോ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളൂ. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.